ബിഗ് ബോസ് സീസൺ 6ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റസ്മിനും ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇവിടെ വളരെ വലിയൊരു ചർച്ചയിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചയിൽ ലൈവ് കണ്ടവർക്കറിയാം, നമ്മുടെ ഗബ്രി ജാസ്മിനെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ജാസ്മിൻ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത് എന്നുള്ളതും. അപ്പോൾ എന്തായാലും ഇവർക്ക് ഗബ്രിക്കും ജാസ്മിനും ഇടയിൽ സംസാരിക്കാനായിട്ട് നമ്മുടെ റസ്മിനുണ്ട്. ഓൾറെഡി ഇവർ മൂന്ന് പേരും ഒരു ഗ്യാങ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ജാസ്മിൻ പറയുന്നത് ഇങ്ങനെ, ജാസ്മിന്റെ രീതിയിലുള്ള വിശദീകരണം പറയാണ് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എസ്സെ പോലെ നീട്ടി പരത്തി പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് ഈ ടോപ്പിക്ക് കേൾക്കാൻ ഇനി താല്പര്യമില്ല, ഈ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ജാസ്മിൻ എന്തൊക്കെയോ ന്യായീകരിക്കണമൊക്കെ ഉണ്ട്. എന്നാലും ജാസ്മിനോട് നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട്, ഗബ്രി പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് ഇവരോട് ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമുണ്ട്, പക്ഷേ അതൊരു പ്രണയം തോന്നുന്നുണ്ട്, പക്ഷെ അത് മാരേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനോ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്, തുറന്നടിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഗബ്രി. എന്നാൽ ജാസ്മിനും അതുപോലെ തന്നെ ഏകദേശം പറയുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഈ സമയത്ത് ജാസ്മിന് ഗബ്രിയോട് ഇഷ്ടമുള്ള പോലെയൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് ഈ ടോപ്പിക്ക് വിടണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും മൂന്ന് പേരുടെയും ഇങ്ങനെ സംസാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്താണ് തെറ്റ്, ഇവനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. എന്തെന്ന് വെച്ചാൽ ഗബ്രി എന്നോട് മിണ്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ ഗബ്രിയുടെ പാട്ടിനെ വിട്ടാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ അവന്റെ പുറകെ നടന്ന് നീ എന്നോട് മിണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ നടന്ന് ഞാൻ അവനെ ശല്യം ചെയ്ത്, അത് കാരണമാണ് ഞങ്ങൾ വീണ്ടും ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് ആകുന്നത്, വീണ്ടും ഇതുപോലെ ഈ ബന്ധത്തിലാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നവർക്ക് അത് മോശം രീതിയിൽ അവർ എടുക്കുന്നതാണ് എന്നുള്ളതാണ് ജാസ്മിൻ അങ്ങോട്ട് തിരിച്ച് പറയുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള നാടകമാണോ ഫേക്കാണോ എന്താണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോ ഇന്നത്തെ ലൈവില് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ എന്തായാലും ഗബ്രി പൂർണ്ണമായിട്ടും ജാസ്മിനെ ഒഴിവാക്കുന്ന രീതിയിലാണ് ഈ കോൺവെർസേഷനിൽ ഈ മൂന്ന് പേരും തമ്മിലുള്ള സംസാരത്തിൽ ഗബ്രിയുടെ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും ജാസ്മിൻ പറയുന്നുണ്ട് അവസാനം എനിക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.